Hi students, welcome all. Today we are going to discuss a new chapter, chapter number 2, inverse trigonometric functions. In chapter 1, relations and functions, we have studied that the inverse of a function f denoted by f inverse exists if f is 1, 1 and on 2. If a function is 1, 1 and on 2, then we call it as a bijective function. F is a function defined from a to b is said to be 1, 1 if different elements of a have different images, then it is said to be a 1, 1 function. If a function is defined from a to set b, if a containing elements 1, 2, 3 and b contains element 4, 5, 6, image of 1 is 4, 2 is 5, 3 is 6. That is different element, different images, then we call it as a 1, 1 function. And if the range is equal to codomain, here the set B is codomain. If B is equal to range is equal to codomain, then we call it as an onto function. And 1, 1 onto function is said to be a bijective. If a function is bijective, then we call it as invertible. That is, inverse exists, and the inverse is denoted by f inverse. Okay. In class 11th, we have studied trigonometric functions and their domain and range. That is sin x, its domain is set of all real numbers and range is -1, 1. Cos x, domain is set of all real numbers and range is -1 to 1. Tangent function, that is tan x, range is capital R and the domain is capital R minus set of all x such that x is equal to, it is an odd multiple of set of all real numbers except odd multiples of pi by 2. Domain of cotangent is set of all real numbers except multiples of 5. Domain of sec x is set of all real numbers except the multiple of odd multiples of pi by 2. And domain of cosec x is set of all real numbers except the multiple of pi. And their ranges are given as capital R minus open interval -1, 1 and same as cosec x is also R minus -1, 1. We know that the trigonometric functions are not 1, 1 and on 2 over their domains and range, and hence their inverse do not exist. Inverse exist ചെയ്യില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ trigonometric functionsനും inverse exist ചെയ്യുന്നില്ല. Because they are not 1, 1 and on 2. നമുക്കറിയാം ഇപ്പോൾ sin x എന്നുള്ള ഫംഗ്ഷൻ തന്നെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻ ദിസ് ചാപ്റ്റർ വി ഷാൽ സ്റ്റഡി അബൌട്ട് ദ റെസ്ട്രിക്ഷൻ ഓൺ ഡൊമൈൻ. ഡൊമൈനിലും റേഞ്ചിലും ചില റെസ്ട്രിക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ട് ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊസീജിയറാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇൻവേഴ്സ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എല്ലാ ഫംഗ്ഷൻസിനും ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യേണ്ട, അത് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ റെസ്ട്രിക്ഷൻസ് എടുക്കും ഡൊമൈനിലും റേഞ്ചിലും, എന്നിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കും. ദാറ്റ് ഇസ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ. ആർ എന്ന ആറിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു സൈൻ എക്സ്. ഈ ഫംഗ്ഷൻ എന്തല്ല, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഇതെന്തല്ല 1, 1 ഓൺ 2 അല്ല. ശരിക്കും ഇതെന്തല്ല 1, 1 ഓൺ 2 അല്ല. ഒന്നിൽ കൂടുതൽ റിയൽ നമ്പേഴ്സിന് സെയിം ആൻസർ വരുന്നുണ്ട്. ഇപ്പോൾ -1 to 1 ആണ് ഇതിൻ്റെ റേഞ്ച്. കോഡൊമൈനും റേഞ്ചും എന്തല്ല, സെയിം അല്ല. കോഡൊമൈനും റേഞ്ചും സെയിം അല്ലെങ്കിൽ തന്നെ അതെന്താവില്ല, ഓൺ 2 ആവില്ല. അപ്പോൾ ഓൺ 2 അല്ല. ഇതുപോലെ 1, 1 അല്ല എന്ന് പ്രൂവ് ചെയ്യാനും എളുപ്പമാണ്. സൈൻ 90 മാത്രമല്ല 1 ആവുന്നത്. സൈൻ 90ൽ 1 ആണ്. റൊട്ടേഷൻ കഴിഞ്ഞ് എഗെയിൻ പിന്നെയും 1 വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെനി 1 ഫംഗ്ഷനാണ്. 1, 1 അല്ല, ഓൺ 2 അല്ല, മെനി 1 ഇൻറ്റു ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിനെ 1, 1 ഓൺ 2 ആക്കി മാറ്റി പിന്നെ നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ഉണ്ടെന്ന് കാണിച്ച് ആ ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സൈൻ ഇൻവേഴ്സ് എക്സ്. കൊസൈൻ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആണ് കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഇങ്ങനെ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇൻവേഴ്സ് ഓഫ് സൈൻ ഫംഗ്ഷൻ. അപ്പോൾ സൈൻ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. ആദ്യം കൺസിഡർ എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ ഗിവൻ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പഠിക്കുന്നതിന് മുമ്പ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ സൈൻ ഫംഗ്ഷൻ വി ഹാവ് സ്റ്റഡീഡ് ഇൻ ക്ലാസ് 11th. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താണ്, മെനി 1 ഇൻറ്റു ഫംഗ്ഷനാണ്. നമുക്കിവിടെ തന്നെ പൈ ബൈ 2ലാണ് 1 വരുന്നത്. ഇതിൽ കാണുമ്പോൾ ഗ്രാഫിൽ പൈ ബൈ 2 ആകുമ്പോൾ 1, പൈ ബൈ 2ൽ മാത്രമല്ല -3 പൈ ബൈ 2ലും എന്താ ആൻസർ ഈസ് 1. ഇവിടെ തന്നെ 2 എലമെന്റ് സെയിം ഇമേജ്, ഡിഫറെൻറ്റ് എലമെന്റ് സെയിം ഇമേജ് ആണെങ്കിൽ മെനി 1 ആണ്. പിന്നെ ഇതിൻ്റെ റേഞ്ച് എന്താ, റേഞ്ച് ഈസ് -1 to 1. കോഡൊമൈൻ ഈസ് ക്യാപിറ്റൽ ആർ. അതുകൊണ്ട് ഇതെന്തല്ല
ഓൺ ടൂം അല്ല. ഇവിടെ എന്താണ് ഫംഗ്ഷൻ? മെനി വൺ ഇൻറ്റു ഫംഗ്ഷനാണ്. മെനി വൺ ഇൻറ്റു ഫംഗ്ഷൻ എന്തല്ല? ബൈജക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. ആദ്യം ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാം. ഈ ഏതൊരു ഫംഗ്ഷനും റേഞ്ച് മാറ്റി കോഡൊമൈൻ്റെ പ്ലേസിൽ റേഞ്ച് വരികയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു ഓൺ ടു ഫംഗ്ഷൻ. ഇപ്പോൾ ഇൻ ടു ഫംഗ്ഷനാണ്, കാരണം റേഞ്ചും കോഡൊമൈനും ഇവിടെ ഈക്വൽ അല്ല. കോഡൊമൈൻ എന്താ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്ന് പറയുന്നത് -1 to 1. ഇഫ് വി റീപ്ലേസ് കോഡൊമൈൻ ബൈ റേഞ്ച്, കോഡൊമൈൻ മാറ്റി അവിടെ റേഞ്ച് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഈ ഫംഗ്ഷൻ എന്താ? ഇതിൻ്റെ ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. കോഡൊമൈൻ എന്ന് പറയുന്നത് -1 to 1. ഇത് തന്നെയാണ് ഇതിൻ്റെ റേഞ്ച്. റേഞ്ചും കോഡൊമൈനും ഇവിടെ എന്താ? ഈക്വൽ ആണ്. കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് an on to ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇതിനെ എന്തായിട്ട് മാറ്റി? ഒരു ഓൺ ടു ഫംഗ്ഷൻ ആയിട്ട് ചേഞ്ച് ചെയ്തു. ആദ്യം sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ, f is a function from R to R, f of x is equal to sin x എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനാണ്? മെനി വൺ ഇൻറ്റു ഫംഗ്ഷൻ ആണ്. f is a function from R to ഈ കോഡൊമൈൻ മാറ്റിയിട്ട് ഇവിടെ -1 to 1 അതിൻ്റെ റേഞ്ച് തന്നെ കൊണ്ട് വെച്ചപ്പോൾ f of x equal to sin x എന്ന് പറയുന്നത് ഇവിടെ മെനി വൺ മാറിയില്ല, ബട്ട് എന്തായി? ഓൺ ടു പോയിട്ട് ഇൻറ്റു ആയി. ഇൻറ്റു പോയിട്ട് എന്തായി? ഓൺ ടു ഫംഗ്ഷൻ ആയി. 1 കൂടെ ആയിക്കഴിഞ്ഞാൽ ഇതിനെ ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാം, ബൈജക്റ്റീവ് ആക്കാം. അപ്പോൾ ഇനി മെനി വണ്ണിനെ നമുക്ക് എന്താക്കണം? 1 ആക്കണം. അതിനെന്ത് ചെയ്യാം നമുക്ക്? ടു മേക്ക് എഫ് എ 1 ഫംഗ്ഷൻ we will have to restrict its domain. ഡൊമൈനിലാണ് റെസ്ട്രിക്ഷൻ കൊണ്ടുവരേണ്ടത്. റിപ്പീറ്റേഷൻ വരാൻ പാടില്ല, ഒന്നിൽ കൂടുതൽ ഇമേജസ് വരരുത്, ഒരു എലമെൻറ്റിൻ്റെ ഒരു ഇമേജ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്ത് റെസ്ട്രിക്ഷൻ ആണ്? ഇറ്റ്സ് ഡൊമൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഇൻ ദാറ്റ് ഡൊമൈൻ ദർ ഇസ് നോ ടേൺ ഇൻ ദ ഗ്രാഫ്. ഗ്രാഫിൽ ടേൺ ഇല്ലാതെ ഇരുന്നാൽ മതി. വെച്ചാൽ ഈ ഗ്രാഫ് ഇങ്ങനെ തുടങ്ങി സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെ എത്തിയിട്ട് സാധാരണ യൂഷ്വലി ഇതിങ്ങനെ ടേൺ വരും. ആ ടേണിങ് ഇല്ലാതെ ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ റെസ്ട്രിക്ട് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു ഈ ഗ്രാഫിൽ. ഇത്രയും മതി. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്താ? -π/2 to π/2 ആക്കി മാറ്റിയാൽ ഈ ഫംഗ്ഷൻ എന്താവും? 1 on 2 ഫംഗ്ഷൻ ആയി മാറി. സോ ഇറ്റ് ഈസ് എ ബൈജക്ഷൻ. അതുകൊണ്ട് തന്നെ 1 on 2 ആണെങ്കിൽ നമുക്ക് ബൈജക്ഷൻ എന്ന് പറയാം. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് വിത്ത് ഡൊമൈൻ. ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് -1 to 1 ഓൺ റേഞ്ച് -π/2 to π/2. നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ്, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരും. ഡൊമൈൻ ആണെന്ത്? -1 to 1. റേഞ്ച് എന്ന് പറയുന്നത് -π/2 to π/2. ഇവിടെ റെസ്ട്രിക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രി സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ ഗ്രാഫ് സിംപ്ലി സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും ഇവിടെ പറഞ്ഞതാണ്. ഇതാണ് ഇതിൻ്റെ ഡൊമൈൻ, ഇതതിൻ്റെ റേഞ്ച്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുമ്പോൾ അതെന്താവുന്നു? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ എല്ലാ ഫംഗ്ഷൻസിനും നമുക്ക് എന്ത് പറയാം? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതിൻ്റെ ഡൊമൈൻ റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആദ്യം നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സ്, അതിൻ്റെ ഡൊമൈൻ, അതിൻ്റെ റേഞ്ച്, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ആദ്യം അത് പറയാം. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്താ പറഞ്ഞത്? ഡൊമൈൻ ഈസ് -1 to 1 ആൻഡ് ദ റേഞ്ച് ഈസ് -π/2 to π/2. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്താ? കോസ് ഇൻവേഴ്സ് എക്സ്. കൊസൈൻ ഫംഗ്ഷൻ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇവിടെ ഡൊമൈൻ, ഇതിൻ്റെയും ഡൊമൈൻ -1 to 1 ആൻഡ് റേഞ്ച് ഈസ് 0π. ഇതെല്ലാം ഇപ്പോൾ ചെയ്ത പ്രൊസീജിയർ നേരത്തെ ചെയ്ത പോലെ മുഴുവനായിട്ടും നമ്മൾ ഗ്രാഫൊക്കെ വരച്ച് റെസ്ട്രിക്ഷൻ എടുത്ത് കൊണ്ടുവരുന്ന ഡൊമൈനും റേഞ്ചുമാണ്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നാണ് പറയുക ഈ റേഞ്ച്. നെക്സ്റ്റ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് ഡൊമൈൻ ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആൻഡ് ദ റേഞ്ച് ഈസ് -π/2 to π/2. ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2. നെക്സ്റ്റ് കോട്ട് ഇൻവേഴ്സ് എക്സ്. നാലാമത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ is cot inverse x. Its domain is capital R and the range is open interval 0 to π. Next, sec inverse x. Sec inverse x into domain എന്ന് പറയുന്നത് x ന്റെ values ആണ്. mod x is greater than or equal to 1 and its range is 0π closed interval 0π except singleton set π/2. The last one is cosec inverse x. Cosec inverse into domain എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. mod x greater than or equal to 1 and the range is closed interval -π/2 to π/2
minus, it is except a singleton 0. ഇതാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും അതിൻ്റെ ഡൊമൈനും റേഞ്ചും. ഇത് മുഴുവനും നമുക്ക് കാണാതെ പഠിച്ചിരിക്കണം. ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.